പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ പുതിയ യൂണിറ്റിലേക്ക് കടക്കുകയാണ്. ഈ യൂണിറ്റിൻ്റെ പേര് ബിയോണ്ട് ദ ഹൊറൈസൺ എന്നാണ്. ചക്രവാളത്തിനും അപ്പുറം. ഇനി ഈ യൂണിറ്റ് തുടങ്ങുന്നത് ആൽഫ്രഡ് ലോർഡ് ടെന്നിസൺ എന്ന മഹാനായ ഒരു കവിയുടെ യുളിസസ് എന്ന കവിതയിലെ വരികളിലൂടെയാണ്. ഈ വരികൾ ഇങ്ങനെയാണ്: ഓൾ എക്സ്പീരിയൻസ് ഈസ് ആൻ ആർച്ച് വെയർ ത്രൂ gleams that untraveled world whose margin fades and forever when I move. ഈ കവിതയിലെ നായകന്റെ പേര് യുളിസസ് എന്നാണ്. പുസ്തകത്തിന്റെ പേരും യുളിസസ് എന്ന് തന്നെയാണ്. ഈ കവിതയിൽ നായകൻ പറയുന്ന ഈ വരികളുടെ അർത്ഥം എന്താണെന്ന് നമുക്ക് താഴേക്ക് നോക്കാം. Travel for Ulysses, the speaker of Tennyson's poem, is the means to satisfy his unquenchable thirst for knowledge. യാത്ര യുളിസസിന്, ടെന്നിസന്റെ കവിതയിലെ നായകനായ യുളിസസിന് യാത്ര എന്നത് ഈസ് ദ മീൻസ് ടു സാറ്റിസ്ഫൈ ഹിസ് അൺക്വെഞ്ചബിൾ തേഴ്സ്റ്റ് ഫോർ നോളജ്. അൺക്വെഞ്ചബിൾ മീൻസ് അടക്കാൻ കഴിയാത്ത, തേഴ്സ്റ്റ് എന്നാൽ ദാഹം എന്നാണ് അർത്ഥം, നോളജ് എന്ന് അറിവെന്നാണ് അർത്ഥം. അപ്പോൾ നമ്മുടെ നായകനായ യുളിസസിന് യാത്ര എന്നത് അദ്ദേഹത്തിൻ്റെ അടക്കാനാകാത്ത അറിവിനായുള്ള ദാഹത്തിനെ സംതൃപ്തിപ്പെടുത്തുന്നതിനുള്ള ഒരു വഴിയാണ്. വിത്ത് ഹിസ് അൺഫ്ലിഞ്ചിങ് ഡിറ്റർമിനേഷൻ, യുളിസസ് അദ്ദേഹത്തിൻ്റെ അൺഫ്ലിഞ്ചിങ് എന്ന വാക്കിൻ്റെ അർത്ഥം അചഞ്ചലമായ എന്നാണ്. ഡിറ്റർമിനേഷൻ എന്നാൽ നിശ്ചയദാർഢ്യം എന്നാണ്. യുളിസസ് എന്ന നായകൻ അദ്ദേഹത്തിൻ്റെ അചഞ്ചലമായ ദൃഢനിശ്ചയം കൊണ്ട്, അചഞ്ചലമായ ദൃഢവിശ്വാസം കൊണ്ട് അദ്ദേഹം സ്വീകരിച്ചിരുന്ന മോട്ടോ ടു സ്ട്രൈവ്, ടു സീക്ക്, ടു ഫൈൻഡ് ആൻഡ് നോട്ട് ടു ഈൽഡ് എന്ന മോട്ടോയാണ്, എന്ന വാചകമാണ് അദ്ദേഹം തൻ്റെ ജീവിത സന്ദേശമായി സ്വീകരിച്ചിരുന്നത്. എന്താണ് അദ്ദേഹത്തിൻ്റെ യുളിസസിൻ്റെ ടു സ്ട്രൈവ് എന്ന വാക്കിൻ്റെ അർത്ഥം പരിശ്രമിക്കുക എന്നാണ്. ടു സീക്ക് എന്നാൽ അന്വേഷിക്കുക എന്നാണ്. ടു ഫൈൻഡ് എന്നാൽ കണ്ടെത്തുക. ആൻഡ് നോട്ട് ടു ഈൽഡ്, ഒരു പ്രതിസന്ധികളുടെ മുമ്പിലും പതറാതെ, തളർന്നു കൊടുക്കാതെ, പരാജയപ്പെടാതെ, സറണ്ടർ ആകാതെ ജീവിക്കുക എന്നതാണ് യുളിസസിന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ മോട്ടോയായി സ്വീകരിച്ചിരുന്നത്. ഹി ഇൻറ്റൻസ് ടു ഗോ ബിയോണ്ട് ഹൊറൈസൺസ് ഓഫ് നോളജ് ആൻഡ് എക്സ്പീരിയൻസ്. അറിവിൻ്റെയും അനുഭവത്തിൻ്റെയും ചക്രവാളങ്ങൾക്കും അപ്പുറം യാത്ര ചെയ്യാനായിരുന്നു യുളിസസ് എന്ന നായകന് താല്പര്യം. ഇൻ ദ മോഡേൺ വേൾഡ് ദ അമ്യൂണിറ്റീസ് ഓഫ് ട്രാവൽ ഹാവ് ഇംപ്രൂവ്ഡ്. ഈ ആധുനിക കാലത്ത് അമ്യൂണിറ്റീസ് മീൻസ് സൗകര്യങ്ങൾ, ഫെസിലിറ്റീസ് ഓഫ് ട്രാവൽ ഹാവ് ഇംപ്രൂവ്ഡ്, യാത്രയ്ക്കുള്ള സൗകര്യങ്ങളൊക്കെ വർദ്ധിച്ചിട്ടുണ്ട്. ആൻഡ് ദ ഓപ്പർച്യൂണിറ്റീസ് ഓഫ് ട്രാവൽ ഹാവ് ഇൻക്രീസ്ഡ് ട്രമെൻഡസ്ലി. മാത്രവുമല്ല യാത്ര ചെയ്യാനുള്ള അവസരങ്ങളും വളരെയധികം, ട്രമെൻഡസ്ലി, ഗ്രേറ്റ്ലി വർദ്ധിച്ചിട്ടുണ്ട്. ഈ യൂണിറ്റ് ഫോക്കസ് ചെയ്യുന്നത് എന്തിനെക്കുറിച്ചാണെന്നോ? ഓൺ ട്രാവൽ, യാത്രയെക്കുറിച്ചാണ്. ആൻഡ് ദ ഡിവേഴ്സ് എക്സ്പീരിയൻസ് ഇറ്റ് പ്രൊവൈഡ്സ്, യാത്രകളിലൂടെ കിട്ടുന്ന അത്യന്തം വ്യത്യസ്തമായ അനുഭവങ്ങളെക്കുറിച്ചുമാണ് ഈ യൂണിറ്റ് പറയുന്നത്. It takes the learners through different facets of travel, such as an adoration of natural beauty, a craving for adventure, and an exploration of new cultures, customs and traditions. ഈ ചാപ്റ്ററിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് അവിടെ പറയുന്നുണ്ട്. സൺറൈസ് ഓൺ ദ ഹിൽസ് എന്ന ഒരു പോയമുണ്ട്. ദ ട്രിപ്പ് ഓഫ് ലേഹോർല എന്ന ഷോർട്ട് സ്റ്റോറിയുണ്ട്. സീക്രട്ട് ടേർട്ടിൽസ് ഓഫ് കണ്ടാവു എന്ന പേരിലുള്ള ഒരു ഫിജിയൻ ലെജൻഡ് ഉണ്ട്. ഫിജി എന്ന രാജ്യത്തെ ഒരു ഇതിഹാസമാണ് അവിടെ തന്നിരിക്കുന്നത് നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്റർ. ഇനി നമുക്ക് അടുത്ത പേജിലേക്ക് പോകാം. ലെറ്റ്സ് ബിഗിൻ. ലുക്ക് അറ്റ് ദ ഇല്ലസ്ട്രേഷൻ ഗിവൺ ബിലോ. അവിടെ ഒരു താഴെ നമുക്കൊരു ചിത്രങ്ങൾ അല്ലെങ്കിൽ ചിത്രം തന്നിട്ടുണ്ട്, കണ്ടോ? അതിന് ഗീവ് എ സ്യൂട്ടബിൾ ക്യാപ്ഷൻ ടു ഇറ്റ്. അതിന് നമുക്ക് അനുയോജ്യമായ ഒരു തലവാചകം കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ തന്നിരിക്കുന്ന ചിത്രങ്ങൾ നമുക്ക് പരിശോധിക്കാൻ. ഒരു വ്യക്തി ബാഗുമായിട്ട് ട്രാവൽ ചെയ്യുന്ന ചിത്രമുണ്ട്. ഒരു ബസ് പുറപ്പെടുന്ന ചിത്രമുണ്ട്. ഒരു ബാഗ് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ സൂചിപ്പിക്കുന്ന രീതിയിൽ അംബ്രല്ലയും അതുപോലെ ചെയറും ഒക്കെ നമുക്ക് അവിടെ കാണാൻ കഴിയും. ഇതിനകത്ത് നമുക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് ആഡ് ചെയ്യാൻ കഴിയുമോ? വരയ്ക്കാൻ അറിയുന്നയാളിന് യാത്രയുമായി ബന്ധപ്പെട്ട പല പല കാര്യങ്ങൾ ഇവിടേക്ക് ആഡ് ചെയ്യാൻ കഴിയും. നമുക്കിതിനൊരു ക്യാപ്ഷൻ കൊടുക്കേണ്ടതുണ്ട്. അത് നിങ്ങൾ തന്നെ കണ്ടെത്തി കൊടുക്കുക തന്നെ ചെയ്യണം. പിന്നെ അതിന് താഴെ റീഡ് ആൻഡ് ഡിസ്കസ് എന്ന് പറയുന്നൊരു പോർഷൻ കണ്ടോ? അവിടെ ഒരു യാത്രയെക്കുറിച്ചാണ് പറയുന്നത്. ആ യാത്രയെക്കുറിച്ച കാര്യം നിങ്ങൾ നന്നായി വായിച്ചു നോക്കണം, ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അതിനുശേഷം അതിന് താഴെ 2-3 ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ ശ്രമിക്കുകയും ചെയ്യണം. ഇത് നമ്മുടെ പരീക്ഷയ്ക്ക് ഇങ്ങനെ ഒരു ചോദ്യം വരുന്നതാണ്. ഒരു പാസേജ് അനാലിസിസ് നമുക്ക് ചോദിക്കുന്നതാണ്. ഇനി നമുക്ക് നേരെ നമ്മുടെ കവിതയിലേക്ക് പോകാം.
കവിതയുടെ വരികൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നത് നമുക്ക് ആദ്യം തന്നിരിക്കുന്ന ആ ജിസ്റ്റിലൂടെ മനസ്സിലാക്കാം. ട്രാവൽ ഈസ് ഇൻഫാക്ട് ആൻ ഐ ഓപ്പണർ. യാത്ര എന്നത് ഒരു കണ്ണു തുറപ്പിക്കുന്ന അനുഭവമാണ് യഥാർത്ഥത്തിൽ. ഇറ്റ് ഓപ്പൺസ് അപ്പ് ന്യൂ റിഫ്രഷിംഗ് സ്നാപ്ഷോട്ട്സ് ബിഫോർ അസ്. നമ്മുടെ മുമ്പിൽ നമുക്കൊരിക്കലും മറക്കാൻ കഴിയാത്ത ഉന്മേഷദായകമായ നിമിഷങ്ങൾ നമ്മുടെ കൺമുമ്പിൽ തുറന്നു വയ്ക്കാൻ യാത്രകൾക്ക് കഴിയും. സ്നാപ്ഷോട്ട്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് അപൂർവമായി കിട്ടുന്ന ചില ചിത്രങ്ങൾ, ഫോട്ടോഗ്രാഫിലൂടെ എടുക്കുന്ന ചിത്രങ്ങളെയാണ് സ്നാപ്ഷോട്ട്സ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ കണ്ണിൽ മുമ്പിലെത്തുന്ന അപൂർവമായ അനുഭവങ്ങൾ അല്ലെങ്കിൽ കാഴ്ചകൾ എന്ന് വേണം നിങ്ങൾ എടുക്കാൻ. ആൻഡ് ഓഫൺ ഹെൽപ്സ് us ചേഞ്ച് അവർ ഫിലോസഫി ഓഫ് ലൈഫ്. മാത്രമല്ല, യാത്രകൾ നമ്മളെ പലപ്പോഴും സഹായിക്കുന്നത് നമ്മുടെ ജീവിതത്തോടുള്ള തത്വചിന്തയിൽ മാറ്റം വരുത്തുന്നതിന് വേണ്ടിയും സഹായിക്കും. ജീവിതത്തെ നമ്മൾ സമീപിക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് വലിയ വ്യത്യാസം യാത്രകളിലൂടെ ലഭിക്കും. പുതിയ പുതിയ അനുഭവങ്ങളിലൂടെ ജീവിതത്തോടുള്ള പ്രിൻസിപ്പിൾ തന്നെ മാറിപ്പോകും, അതിൻ്റെ ഫിലോസഫി തന്നെ മാറിപ്പോകും എന്നാണ്. നൗ റീഡ് ദ പോയം സൺറൈസ് ഓൺ ദ ഹിൽസ്. ഈ കവിത എഴുതിയത് HW ലോങ്ഫെലോ എന്ന എഴുത്തുകാരനാണ്. അദ്ദേഹം ഒരു അമേരിക്കക്കാരനാണ്. നമുക്ക് അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ ഒന്ന് പരിചയപ്പെട്ടതിന് ശേഷം ഇങ്ങോട്ടേക്ക് വരാം. ഇതാണ് HW ലോങ്ഫെലോ. 1807 ജനിച്ചു, 1882 അന്തരിച്ചു. വാസ് ആൻ ഇൻഫ്ലുവൻഷ്യൽ അമേരിക്കൻ പോയറ്റ്. അമേരിക്കയിലെ ഒരു സ്വാധീനമുള്ള കവിയായിരുന്നു ഇദ്ദേഹം. ട്രാൻസ്ലേറ്റർ ആയിരുന്നു, പരിഭാഷകനായിരുന്നു, തർജ്ജമ ചെയ്യുമായിരുന്നു, ആൻഡ് പ്രൊഫസർ അറ്റ് ഹാർവാർഡ് യൂണിവേഴ്സിറ്റി. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറുമായിരുന്നു. ഡ്യൂറിങ് ഹിസ് ലൈഫ് ടൈം, അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടത്തിൽ, ലോങ്ഫെല്ലോ വാസ് കൺസിഡേർഡ് ദ ബെസ്റ്റ് ഓഫ് ഓൾ അമേരിക്കൻ പോയറ്റ്സ്. അന്ന് അമേരിക്കയിൽ ജീവിച്ചിരുന്ന കവികളിൽ വെച്ച് ഏറ്റവും മികച്ചയാളെന്നായിരുന്നു ഇദ്ദേഹത്തെ വിലയിരുത്തിയിരുന്നത്. ആൻഡ് ഹിസ് വർക്ക് വാസ് വൈഡ്ലി ട്രാൻസ്ലേറ്റഡ്. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ വ്യാപകമായി ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടു, തർജ്ജമ ചെയ്യപ്പെട്ടു. ആൻഡ് പബ്ലിഷ്ഡ് ഇൻ വേരിയസ് അതർ ലാംഗ്വേജസ്. പല വിവിധങ്ങളായ ഭാഷകളിലും ആ പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്യുകയും ചെയ്തു. ദ പോയം സൺറൈസ് ഓൺ ദ ഹിൽസ് പ്രസൻസ് ദ എക്സ്പീരിയൻസ് ഓഫ് ദ പോയറ്റ് ആസ് ഹി വാച്ചസ് ദ സൺറൈസ് അമിഡ്സ് ദ ഹിൽസ്. ഈ കവിത സൺറൈസ് ഓൺ ദ ഹിൽസ്, കുന്നിൻ മുകളിലെ സൂര്യോദയം എന്ന കവിത, കുന്നിൻ മുകളിലെ സൂര്യോദയം, സൺറൈസ് ഓൺ ദ ഹിൽസ് എന്താണ് അവതരിപ്പിക്കുന്നത്? ദ എക്സ്പീരിയൻസ് ഓഫ് ദ പോയറ്റ്, ഈ കവിയുടെ തന്നെ അനുഭവമാണ്. എപ്പോൾ? ആസ് ഹി വാച്ചസ് ദ സൺറൈസ് അമിഡ്സ് ദ ഹിൽസ്, പർവ്വതങ്ങളുടെ ഇടയിൽ, പർവ്വതങ്ങളിലെ മുകളിലായി അദ്ദേഹം നിന്നിട്ട്, താഴെ ഒരുപാട് പർവ്വതങ്ങളുണ്ട്, ഏറ്റവും മുകളിൽ ഒരു പർവ്വതത്തിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് അദ്ദേഹം താഴേക്ക് നോക്കുമ്പോൾ അദ്ദേഹത്തിന് അനുഭവപ്പെടുന്ന സൂര്യോദയമാണ് ഈ കവിതയിലെ പ്രമേയം. അദ്ദേഹം കാണുന്ന സൂര്യോദയമാണ് ഈ കവിതയിലെ മുഖ്യ വിഷയം. ഈ കവിത ഏതൊക്കെ രീതിയിലാണ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതെന്ന് ആദ്യം മനസ്സിലാക്കണം. ഇതിന് ആദ്യം ഒരു 18 വരികൾ ഉള്ള ഒരു സ്റ്റാൻസയാണ് ആദ്യമായിട്ടുള്ളത്. ഈ 18 വരികളുള്ള ഫസ്റ്റ് സ്റ്റാൻസയിൽ പറയുന്നത് ദ സീൻസ് ആൻഡ് സൈറ്റ്സ് വിസിബിൾ അറ്റ് ദ സൺറൈസ് ഓൺ ദ ഹിൽസ്. അതായത് കവി മലമുകളിൽ നിന്നുകൊണ്ട് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചകളും അദ്ദേഹം കാണുന്ന സീനുകളും അദ്ദേഹത്തിൻ്റെ കാഴ്ചകളും ഒക്കെയാണ് ആദ്യത്തെ 18 വരികൾ ഉൾപ്പെടുന്ന സ്റ്റാൻസയിൽ വിവരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ സ്റ്റാൻസയെ നമ്മൾ വിളിക്കുന്നത് വിഷ്വൽ ഇമേജസ് നിറഞ്ഞ സ്റ്റാൻസ എന്നാണ്. വിഷ്വൽ ഇമേജറികൾ നിറഞ്ഞ സ്റ്റാൻസ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. കാരണം കാഴ്ചയ്ക്ക്, കണ്ണിന് കുളിർമയാകുന്ന പല പല കാഴ്ചകൾ അദ്ദേഹം അവിടെ വിവരിക്കുന്നുണ്ട്. ഈ രണ്ടാമത്തെ സ്റ്റാൻസ എടുക്കാം. രണ്ടാമത്തെ സ്റ്റാൻസ അതിന് ശബ്ദങ്ങൾ, കവി കേൾക്കുന്ന ശബ്ദങ്ങളാണ് അവിടെ വിവരിക്കുന്നത്. അതുകൊണ്ട് അതിനെ ഓഡിറ്ററി ഇമേജസ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. ആ ഓഡിറ്ററി ഇമേജസ് ഉള്ള സ്റ്റാൻസയുടെ വരികൾ 12 വരികളാണ്. ആ വരികളിൽ അദ്ദേഹം കേൾക്കുന്ന ശബ്ദങ്ങളാണ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഇനി അവസാനത്തെ സ്റ്റാൻസ എന്ന് പറയുന്നത് ഒരു ചെറിയ സ്റ്റാൻസയാണ്. വെറും 6 വരി മാത്രമാണ് അതിനകത്തുള്ളത്. ആ 6 വരിയുള്ള സ്റ്റാൻസയിൽ ഇദ്ദേഹം പറയുന്നത് കണ്ടെയ്ൻസ് ദ മെസ്സേജ് ഫോർ മാൻകൈൻഡ്. മാനവരാശിക്ക് കവി കൊടുക്കുന്ന സന്ദേശമാണ് ഈ കവിതയിലെ അവസാനത്തെ സ്റ്റാൻസ. അങ്ങനെ 3 സ്റ്റാൻസകളിലായാണ് ഈ കവിത മുന്നോട്ട് പോകുന്നത്. ഇനി നമുക്ക് കവിതയുടെ തുടക്കം മുതൽ ഒടുക്കം വരെ വായിക്കാൻ ശ്രമിക്കാം. നോക്കൂ, ആദ്യത്തെ വരി, ഐ സ്റ്റുഡ് അപ്പോൺ ദ ഹിൽസ്. ഐ എന്നത് ഉദ്ദേശിക്കുന്നത് ഇവിടെ കവി തന്നെയാണ്, HW ലോങ്ഫെലോ. അദ്ദേഹം ഒരു ദിവസം, ഒരു പ്രഭാതത്തിൽ ഒരു മലമുകളിൽ നിൽക്കുകയായിരുന്നു.
ഐ സ്റ്റുഡ് അപ്പോൺ ദ ഹിൽസ്. ഹിൽസ് നിങ്ങൾക്കറിയാം, മലമുകൾ, കുന്ന് എന്നൊക്കെയാണ് അർത്ഥം. ഒരു കുന്നിൻ മുകളിൽ അദ്ദേഹം, ആ കുന്നുകളുടെ ഇടയിലുള്ള ഒരു കുന്നിൽ അദ്ദേഹം നിൽക്കുകയായിരുന്നു. വെൻ ഹെവൻസ് വൈഡ് ആർച്ച് വാസ് ഗ്ലോറിയസ് വിത്ത് ദ സൺസ് റിട്ടേണിംഗ് മാർച്ച്. വെൻ, അദ്ദേഹം അവിടെ കണ്ട കാഴ്ച എന്താണ്? വെൻ ഹെവൻസ് വൈഡ് ആർച്ച്, സ്വർഗത്തിൻ്റെ വിശാലമായ ചക്രവാളം. ആർച്ച് എന്നാൽ ഹൊറൈസൺ എന്നാണ് അർത്ഥം. ഹെവൻസ് വൈഡ് ആർച്ച്, സ്വർഗത്തിൻ്റെ വിശാലമായ ചക്രവാളം തുറന്ന്. വാസ് ഗ്ലോറിയസ് വിത്ത് ദ സൺസ് റിട്ടേണിംഗ് മാർച്ച്, ആ ചക്രവാളം മഹത്വപൂർണമായി മാറുകയാണ്. വിത്ത് ദ സൺസ് റിട്ടേണിംഗ് മാർച്ച്, സൂര്യൻ അതിൻ്റെ വരവിലൂടെ ആ ചക്രവാളം അങ്ങേയറ്റം മഹത്വപൂരിതമായി മാറുകയാണ്. ഇവിടെ സൺസ് റിട്ടേണിംഗ് മാർച്ച് എന്ന് പറയുന്ന വാക്ക് ശ്രദ്ധിക്കുക. മാർച്ച് എന്ന് പറയുന്നത് സാധാരണ പട്ടാളക്കാരുടെ ചലനത്തെയാണ് മാർച്ചിങ് അഥവാ മാർച്ച് എന്ന വാക്കുകൾ കൊണ്ട് വിശേഷിപ്പിക്കുന്നത്. ഇവിടെ സൂര്യൻ പ്രഭാതത്തിൽ ഉദിച്ചുയർന്നു വരുന്നതിനെ പട്ടാളക്കാർ മാർച്ച് ചെയ്തു വരുന്ന, വിജയഭേരിയോടുകൂടി മാർച്ച് ചെയ്തു വരുന്നതിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലാണ് കവി അവതരിപ്പിക്കുന്നത്. ഇത് ആദ്യത്തെ 2 വരികൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈ കവിതയിലെ എങ്ങനെയാണ് റൈം സ്കീം സെറ്റ് ചെയ്തിരിക്കുന്നതെന്നും ഈ കവിതയിലെ സംഗീതാത്മകതയും മനസ്സിലാകും. ആർച്ച്, മാർച്ച് 2 വരികളും അവസാനിക്കുന്നത് ഒരേ ശബ്ദത്തിലാണ്. അതുപോലെ താഴേക്കും എല്ലാ വരികളും ഈ 2 വരികൾ പെയർ ചെയ്തുകൊണ്ട് നമുക്കിതിൻ്റെ റൈം സ്കീം ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമാണ്. ആൻഡ് വുഡ്സ് വെയർ ബ്രൈറ്റൻഡ്, സൂര്യൻ്റെ പ്രകാശം ഏൽക്കുമ്പോൾ. വുഡ്സ് എന്ന് പറഞ്ഞാൽ മരങ്ങൾ തിങ്ങി വളർന്നു നിൽക്കുന്ന പ്രദേശം, വനപ്രദേശം. വുഡ്സ് വെയർ ബ്രൈറ്റൻഡ്, ആ താഴെയുള്ള വനപ്രദേശം സൂര്യപ്രകാശമേറ്റ് തിളങ്ങുന്നുണ്ടായിരുന്നു. ആൻഡ് സോഫ്റ്റ് ഗെയിൽസ് വെൻറ്റ് ഫോർത്ത് ടു കിസ് ദ സൺ ക്ലാഡ് വെയിൽസ്. ഗെയിൽസ് എന്ന വാക്കിൻ്റെ അർത്ഥം ഇളം കാറ്റ്, വിൻഡ് എന്നാണ്. സോഫ്റ്റ് ഗെയിൽ, ഇളം കാറ്റ്. വെൻറ്റ് ഫോർത്ത് ടു കിസ് ദ സൺ ക്ലാഡ് വെയിൽസ്. സൺ ക്ലാഡ് എന്ന് പറഞ്ഞാൽ സൺ കവേർഡ് എന്നാണ്, സൺലൈറ്റ് കവേർഡ് എന്നാണ്. വെയിൽസ് എന്ന് പറഞ്ഞാൽ വാലീസ് എന്നാണ്, താഴ്വരകൾ എന്നാണ്. മുകളിൽ നിന്ന് താഴേക്ക് ഒരു ഇളം കാറ്റ് സൂര്യപ്രകാശത്തിൽ കുളിച്ചു നിൽക്കുന്ന താഴ്വരയെ ഉമ്മ വയ്ക്കാൻ എന്നതുപോലെ താഴേക്ക് ഒഴുകി. ദ ക്ലൗഡ്സ് വെയർ ഫാർ ബിനീത്ത് മീ. ഇദ്ദേഹം പർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ താഴെയായി മേഘങ്ങൾ നിൽക്കുന്നതായി കാണാൻ കഴിയുന്നു. ആ മേഘങ്ങളുടെ അവസ്ഥ എന്താണ്? ബെയ്ത്ത്ഡ് ഇൻ ലൈറ്റ്, പ്രകാശത്തിൽ, സൂര്യൻ്റെ പ്രകാശത്തിൽ കുളിച്ചു നിൽക്കുകയാണ് ആ മേഘങ്ങൾ. ദേ ഗ്യാതേർഡ്, ദേ എന്ന് ഉദ്ദേശിക്കുന്ന ഇവിടുത്തെ മേഘങ്ങളെയാണ്. ഗ്യാതേർഡ് എന്ന് പറഞ്ഞാൽ അസംബിൾഡ് എന്നാണ്, കൂട്ടം കൂടി നിൽക്കുന്നു. മിഡ്വേ റൗണ്ട് ദ വുഡഡ് ഹൈറ്റ്, പർവ്വതത്തിന് മുകളിലായി, മലഞ്ചെരുവിലായി. മിഡ്വേ, അതിൻ്റെ മധ്യഭാഗത്ത്, പർവ്വതത്തിന് താഴെ എന്നാൽ താഴെ വാലിയിൽ എത്തിയിട്ടുമില്ല, വനങ്ങളുടെ മുകളിലായിട്ട് ഈ മേഘങ്ങളെല്ലാം കൂട്ടം കൂടി നിൽക്കുകയാണ്. അവ എങ്ങനെയാണ് നിൽക്കുന്നത്? ആ മേഘങ്ങളുടെ അവസ്ഥ. ആൻഡ് ഇൻ ദെയർ ഫെയ്ഡിങ് ഗ്ലോറി, ഫെയ്ഡിങ് എന്ന് പറഞ്ഞാൽ നരച്ചത്, കുറയുന്നത്, ഗ്ലോറി മഹത്വം. ഈ മേഘങ്ങളെല്ലാം സൂര്യപ്രകാശമേറ്റപ്പോൾ അതിൻ്റെ പ്രൗഢിയൊക്കെ നരച്ച്, കുറഞ്ഞ്, അവയുടെ പ്രൗഢി കുറഞ്ഞ് നിസ്സാരമായി മാറുകയാണ്. ഷോൺ ലൈക്ക് ഹോസ്റ്റ് ഇൻ ബാറ്റിൽ ഓവർ ത്രോൺ. ഷോൺ എന്ന വാക്കിൻ്റെ അർത്ഥം തിളങ്ങി എന്നാണ് ഇവിടുത്തെ അർത്ഥം. ഈ മേഘങ്ങളെ കവി കാണുമ്പോൾ കവിക്ക് അനുഭവപ്പെടുന്നത് എങ്ങനെയാണ്? സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ഈ മേഘങ്ങൾ ലൈക്ക് ഹോസ്റ്റ് ഇൻ ബാറ്റിൽ ഓവർ ത്രോൺ. ഹോസ്റ്റ് എന്നാൽ ആർമീസ് എന്നാണ് അർത്ഥം. ഇൻ ബാറ്റിൽ ഓവർ ത്രോൺ എന്ന വാക്കിൻ്റെ അർത്ഥം ഡിഫീറ്റഡ് എന്നാണ്. പരാജയപ്പെട്ട, യുദ്ധത്തിൽ പരാജയപ്പെട്ട സൈനികർ എങ്ങനെയാണോ പിൻവാങ്ങുന്നത്, അങ്ങനെ സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ഈ മേഘങ്ങളെല്ലാം പിൻവാങ്ങുകയാണ്. അതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു വരി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട, അതിനകത്ത് ഗ്യാതേർഡ് മിഡ്വേ എന്ന് പറയുന്ന ആ വരി ഒന്ന് ശ്രദ്ധിച്ചോളണം. അത് ഗ്യാതേർഡ് എന്ന വാക്കിൻ്റെ അർത്ഥം അസംബിൾഡ് എന്നാണ്. പിന്നെ അതുപോലെ ഹോസ്റ്റ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ആർമീസ് എന്നാണ്, പട്ടാളക്കാർ എന്നാണ്. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് നമ്മൾ മുന്നോട്ട് പോകണം. അടുത്ത വരി ഇങ്ങനെയാണല്ലോ. ആസ് മെനി എ പിന്നക്കിൾ വിത്ത് ഷിഫ്റ്റിംഗ് ഗ്ലാൻസ് ത്രൂ ദ ഗ്രേ മിസ്റ്റ് ത്രസ്റ്റ് അപ്പ് ഇറ്റ്സ് ഷാറ്റേർഡ് ലാൻഡ്സ് ആൻഡ് റോക്കിംഗ് ഓൺ ദ ക്ലിഫ് വാസ് ലെഫ്റ്റ്
the dark pine blasted bare and cleft. As many a pinnacle, ചുറ്റുമുള്ള പർവ്വതാഗ്രങ്ങൾ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആസ് മെനി എ പിന്നക്കിൾ, പിന്നക്കിൾ എന്ന വാക്കിൻ്റെ അർത്ഥം പർവ്വതാഗ്രം എന്നാണ്. ഇവിടെ ആസ് മെനി എ പിന്നക്കിൾ, ഇദ്ദേഹം താഴേക്ക് നോക്കുമ്പോൾ കാണുന്നത് കുറേയധികം പർവ്വത അഗ്രങ്ങളെയാണ്. വിത്ത് ഷിഫ്റ്റിംഗ് ഗ്ലാൻസ്, അദ്ദേഹത്തിൻ്റെ ഗ്ലാൻസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ലുക്ക് എന്നാണ്. അദ്ദേഹം തൻ്റെ കാഴ്ചകൾ ഇങ്ങനെ നോക്കുമ്പോൾ ത്രൂ ദ ഗ്രേറ്റ് മിസ്റ്റ് ത്രസ്റ്റ് അപ്പ് ഇറ്റ്സ് ഷാറ്റേർഡ് ലാൻഡ്സ്. ഗ്രേ മിസ്റ്റ് എന്ന് പറഞ്ഞാൽ നരച്ച മൂടൽ മഞ്ഞ്. ത്രസ്റ്റ് അപ്പ് ഇറ്റ്സ് ഷാറ്റേർഡ് ലാൻഡ്സ് എന്ന വാക്കിൻ്റെ അർത്ഥം കുന്തമുനകൾ എന്നാണ്. അപ്പോൾ ഈ മൂടൽ മഞ്ഞിനിടയിലൂടെ ദൃശ്യമാകുന്ന പർവ്വതാഗ്രങ്ങൾ കുന്തമുനകൾ പോലെ കാണപ്പെട്ടു. ഷാറ്റേർഡ് ലാൻഡ്സ് എന്നാൽ കുന്തമുന, കുന്തത്തിൻ്റെ കൂർത്തിരിക്കുന്ന അഗ്രഭാഗത്തെയാണ് ലാൻഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ഈ പർവ്വതാഗ്രങ്ങൾ മൂടൽ മഞ്ഞിലൂടെ മുകളിലേക്ക് പൊങ്ങി നിൽക്കുന്ന കുന്തമുനകൾ പോലെ കാണപ്പെട്ടു. ഷാറ്റേർഡ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം, ഷാറ്റേർഡ് എന്ന് പറഞ്ഞാൽ ഇറഗുലർ എന്നാണ്. ആ പർവ്വതാഗ്രങ്ങളുടെ അപ്പോഴത്തെ ആ ചിത്രമാണ് അദ്ദേഹം അവിടെ പറയുന്നത്. ആൻഡ് റോക്കിംഗ് ഓൺ ദ ക്ലിഫ് വാസ് ലെഫ്റ്റ് ദ ഡാർക്ക് പൈൻ ബ്ലാസ്റ്റഡ് ബെയർ ആൻഡ് ക്ലഫ്റ്റ്. അദ്ദേഹം നോക്കുമ്പോൾ താഴെ ഒരു ക്ലിഫിലായിട്ട്, ക്ലിഫ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പിന്നക്കിൾ എന്ന് പറയുന്ന അർത്ഥം തന്നെയാണ് ഒരു പർവ്വതാഗ്രത്തിൽ. റോക്കിംഗ് എ ഡാർക്ക് പൈൻ, ആ പർവ്വതാഗ്രത്തിൽ ഒരൊറ്റ വൃക്ഷം മാത്രം അവശേഷിക്കുന്നുണ്ടായിരുന്നു. അതെന്ത് ചെയ്യായിരുന്നു? റോക്കിംഗ് എന്ന് പറഞ്ഞാൽ സ്വിങ്ങിങ് എന്നാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ആടുകയായിരുന്നു ആ ഒരു പൈൻ മരം. അത് ഇരുണ്ട നിറത്തിലുള്ള ഒരു പൈൻ മരമായിരുന്നു. അത് മാത്രം ഒറ്റപ്പെട്ട് അവിടെ നിന്നു. അതിലേക്ക് കാറ്റിങ്ങനെ തുടർച്ചയായി അടിച്ച് ബ്ലാസ്റ്റഡ് ബെയർ ആൻഡ് ക്ലഫ്റ്റ്. അത് എങ്ങനെയായിരുന്നു? ബ്ലാസ്റ്റഡ് എന്ന് പറഞ്ഞാൽ ഡിസ്ട്രോയിഡ് ബൈ ദ വിൻഡ് എന്നാണ് അർത്ഥം. ബെയർ എന്ന് പറഞ്ഞാൽ നേക്കഡ് എന്നാണ്. ഇവിടെ നേക്കഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശം? വിത്തൗട്ട് എനി ലീവ്സ് എന്നാണ്. പിന്നെയോ ബെയർ ആൻഡ് ക്ലഫ്റ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം ബ്രോക്കൺ അഥവാ തകർന്ന എന്നാണ്. അപ്പോൾ ആൻഡ് റോക്കിംഗ് ഓൺ ദ ക്ലിഫ് വാസ് ലെഫ്റ്റ് ദ ഡാർക്ക് പൈൻ ബ്ലാസ്റ്റഡ് ബെയർ ആൻഡ് ക്ലഫ്റ്റ്. അദ്ദേഹം മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ഒരു കുന്നിൻ്റെ അഗ്രഭാഗത്ത് ഒരു പൈൻമരം, ഇരുണ്ട പൈൻമരം, ഇലകളൊക്കെ തകർന്ന് ഇലകളൊക്കെ നശിച്ച് പറന്നുപോയി, കാറ്റടിച്ച് ഇല്ലാതെയായി, വളരെ ഒറ്റപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആടി നിൽക്കുന്ന കാഴ്ചയാണ് അദ്ദേഹം കണ്ടത്. ദ വെയിൽ ഓഫ് ക്ലൗഡ് വാസ് ലിഫ്റ്റഡ്. വെയിൽ എന്ന വാക്കിൻ്റെ അർത്ഥം മൂടുപടം എന്നാണ്, മുഖപടം എന്നാണ്. ഈ മേഘത്തിൻ്റെ മുഖപടം മാറ്റിയപ്പോൾ ആൻഡ് ബിലോ ഗ്ലോഡ് ദ റിച്ച് വാലി. മേഘം മാറിയപ്പോൾ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുന്ന കവിക്ക് റിച്ച് വാലി, സമൃദ്ധമായ താഴ്വര തിളങ്ങുന്നതായി അനുഭവപ്പെട്ടു. താഴെ ദ റിവേഴ്സ് ഫ്ലോ വാസ് ഡാർക്കൻഡ് ബൈ ദ ഫോറസ്റ്റ് ഷെയ്ഡ്. ദ റിവേഴ്സ് ഫ്ലോ, താഴെ ഒരു നദി ഒഴുകുന്നുണ്ട്. അതിൻ്റെ ഒഴുക്ക് ഇദ്ദേഹം നോക്കുമ്പോൾ കാണുന്നത് ആ നദി ഇരുണ്ട നിറത്തിലാണ് ഒഴുകുന്നത്. വാസ് ഡാർക്കൻഡ്, കാരണം എന്താണ്? ബൈ ദ ഫോറസ്റ്റ് ഷെയ്ഡ്, ആ നദിയുടെ തീരത്ത് നിൽക്കുന്ന വൃക്ഷങ്ങളുടെ ഷെയ്ഡ്, അതിൻ്റെ നിഴലുകൾ നദിയിലേക്ക് വീഴുന്നത് കൊണ്ട് നദി ഇരുണ്ട നിറത്തിൽ ഒഴുകുന്നതായിട്ടാണ് കവിക്ക് നോക്കുമ്പോൾ കാണുന്നത്. ഓർ ഗ്ലിസ്റ്റൻഡ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് വെയിൽ ഓഫ് ക്ലൗഡ് എന്ന് പറയുന്ന ആ വാക്കുണ്ടല്ലോ, ആ പ്രയോഗമുണ്ടല്ലോ, അത് ഒരു മെറ്റഫറിന് ഉദാഹരണമാണ്. ശ്രദ്ധിച്ചോളണം, മെറ്റഫർ എന്താണെന്ന് നമ്മൾ മുന്നേ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അതൊരു രൂപകം എന്നാണ് അതിൻ്റെ മലയാളത്തിൽ പറയുന്ന പേര്. Glowed the rich valley and the river's flow was darkened by the forest shade or glistened in the white cascade. Glistened എന്ന വാക്കിൻ്റെ അർത്ഥവും തിളങ്ങി എന്നാണ്. ഇൻ ദ വൈറ്റ് കാസ്കേഡ് എന്ന് പറയുന്നത് എ സ്മോൾ വാട്ടർഫോൾ, ഒരു വെള്ളച്ചാട്ടത്തെയാണ്, ചെറിയ വെള്ളച്ചാട്ടത്തെയാണ് കാസ്കേഡ് എന്ന് പറയുന്നത്. താഴെ ഒരു വെളുത്ത നിറത്തിലുള്ള വെള്ളച്ചാട്ടവും തിളങ്ങുന്ന രീതിയിൽ ഇദ്ദേഹത്തിന് കാഴ്ചയിൽ അനുഭവപ്പെട്ടു. വേർ അപ്വേർഡ്, താഴെ നിന്ന് മുകളിലേക്ക് അദ്ദേഹം മറ്റൊരു കാഴ്ച കൂടി കണ്ടു. ഇൻ ദ മെല്ലോ ബ്ലഷ് ഓഫ് ഡേ. മെല്ലോ എന്ന വാക്കിൻ്റെ അർത്ഥം റിച്ച് കളേർഡ് ഓർ ബ്രൈറ്റ് എന്ന, നല്ല നിറമുള്ളത് എന്നാണ്. ബ്ലഷ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം റെഡിഷ് കളർ അഥവാ ചുവന്ന നിറം എന്നാണ്. താഴെ ആ സൂര്യപ്രകാശത്തിൻ്റെ ചുവപ്പ് നിറത്തിലുള്ള കിരണങ്ങൾ മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ താഴെ നിന്ന് ദ നോയ്സി ബിറ്റേൺ എന്ന് പറഞ്ഞാൽ കൊറ്റി എന്ന് പറയുന്ന ഒരു തരം പക്ഷിയുണ്ടല്ലോ, കൊക്ക്, ഒരു പക്ഷി, ഒരു കൊറ്റി ചിലച്ചുകൊണ്ട്, നോയ്സ് ഉണ്ടാക്കിക്കൊണ്ട്
വീൽഡ് മീൻസ് ഫ്ലൈ എന്നാണ് അവിടുത്തെ അർത്ഥം. അതിങ്ങനെ പറന്ന് മുകളിലേക്ക് ഈ സ്പൈറൽ വേ വട്ടം ചുറ്റി കറങ്ങിക്കൊണ്ട് ആകാശത്തേക്ക് താഴ്വരയിൽ നിന്ന് പറന്നു പൊങ്ങി പോവുകയാണ്. ആകാശത്തിൻ്റെ ചിത്രമാണ് മെല്ലോ ബ്ലഷ് ഓഫ് ഡേ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിറമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ആദ്യത്തെ സ്റ്റാൻസയിലെ വിഷ്വൽ ഇമേജസ് കൃത്യമായി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകും. ഇതിനകത്തെ ആ നോയ്സി ബിറ്റേൺ എന്ന് പറയുന്ന പ്രയോഗം ഒരു മെറ്റണമിക്ക് ഉദാഹരണം കൂടിയാണ്. മെറ്റണമി എന്താണെന്ന് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതുമാണ്. അപ്പോൾ ഇതിനകത്തെ റൈമിംഗ് സ്കീം എങ്ങനെയാണ്? ഓരോ ഈ രണ്ട് വരികളും ഒരുപോലെയാണ് അവസാനിക്കുന്നത്. അത് എ ബി ബി അങ്ങനെ നമ്മൾ താഴേക്ക് റൈം സ്കീം ചെയ്യും. ഇനി നമുക്ക് താഴേക്ക് വന്നാൽ അടുത്ത സ്റ്റാൻസയിലേക്ക് പോകാം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ആ രണ്ടാമത്തെ സ്റ്റാൻസ ഓഡിറ്ററി ഇമേജസാൽ സമ്പന്നമാണ് എന്ന കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. നോക്കൂ, അദ്ദേഹം കേൾക്കുന്ന ശബ്ദങ്ങളാണ് അവിടെ നിന്നുകൊണ്ട് രണ്ടാമത്തെ സ്റ്റാൻസയിൽ അദ്ദേഹം വിവരിക്കുന്നത്, പറയുന്നത്, പാടുന്നത്. നോക്കൂ, അതിലെയും റൈം സ്കീം ഒരുപോലെ തന്നെയാണ്. റൈം സ്കീമിലൊന്നും ഒരു മാറ്റവും ഇല്ല. ഐ ഹേർഡ് ദ ഡിസ്റ്റന്റ് വാട്ടേഴ്സ് ഡാഷ്. ഡാഷ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ഹിറ്റ് അഗൻസ്റ്റ് ആൻഡ് ഫ്ലോ, കുത്തി ഒഴുകുക എന്നാണ്. അദ്ദേഹം മുകളിൽ നിന്ന് നോക്കുമ്പോൾ കേൾക്കുന്ന ശബ്ദം എന്താണ്? അകലെയായി വെള്ളം കുത്തി ഒഴുകുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. ഐ സോ ദ കറണ്ട് വേൾ ആൻഡ് ഫ്ലാഷ്. വേൾ എന്ന് പറഞ്ഞാൽ ചുറ്റിക്കറങ്ങുക, സർക്കിൾ എന്നാണ്. അതിൻ്റെ വെള്ളം ഇങ്ങനെ താഴെ കുലംകുത്തി ഒഴുകുകയും അതിൻ്റെ ചുഴികളും അതിൽ നിന്ന് പ്രകാശം തട്ടുമ്പോഴുണ്ടാകുന്ന റിഫ്ലക്ഷനും ഫ്ലാഷും ഒക്കെ ഇദ്ദേഹത്തിന് അനുഭവപ്പെടുന്നു. ശബ്ദവും കേൾക്കാൻ കഴിയുന്നു. ആൻഡ് റിച്ച്ലി ബൈ ദ ബ്ലൂ ലേക്ക് സിൽവർ ബീച്ച് ദ വുഡ്സ് വെയർ ബെൻഡിങ് വിത്ത് എ സൈലന്റ് റീച്ച്. അദ്ദേഹം അവിടെ കാണുന്ന സമൃദ്ധമായ ഒരു കാഴ്ച എന്താണ്? ബൈ ദ ബ്ലൂ ലേക്ക് സിൽവർ ബീച്ച്. ബ്ലൂ ലേക്ക് എന്ന് പറഞ്ഞാൽ നീല തടാകം എന്ന് നമുക്ക് മലയാളത്തിൽ പരിഭാഷ ചെയ്യാം. നീല തടാകത്തിൽ താഴെ അദ്ദേഹം ഒരു നീല നിറത്തിലുള്ള തടാകം കാണുന്നു. അവിടെ എന്താണ് അതിൻ്റെ ചുറ്റുപാടുമുള്ള തീരത്തിൻ്റെ നിറം? സിൽവർ ബീച്ചാണ്. അതിന് വെള്ളി നിറത്തിലുള്ള തീരമാണുള്ളത്. ആ തടാകത്തിൻ്റെ തീരം വെള്ളി നിറത്തിലുള്ളതുമാണ്. അവിടേക്ക് ആ തടാകത്തിലേക്ക് ദ വുഡ്സ് വെയർ ബെൻഡിങ് വിത്ത് എ സൈലന്റ് റീച്ച്, നിശബ്ദമായി വൃക്ഷങ്ങളെല്ലാം ആ തടാകത്തിലേക്ക് ചരിഞ്ഞു നിൽക്കുകയാണ്. The music of the village bell came sweetly to the echo-giving hills. പിന്നെ അദ്ദേഹം കേൾക്കുന്ന ഒരു ശബ്ദം എന്ന് പറയുന്നത് താഴ്വരയിലുള്ള ഗ്രാമത്തിലെ ബെല്ല്, അവിടുത്തെ പള്ളിമണി ആയിരിക്കാം. ആ പള്ളിമണിയുടെ ശബ്ദം, അതിൻ്റെ സംഗീതം came sweetly to the echo-giving hills. ആ ശബ്ദം മനോഹരമായി പർവ്വതങ്ങളിൽ തട്ട് പ്രതിധ്വനിച്ചുകൊണ്ടേയിരുന്നു. ഗ്രാമത്തിലെ മണിനാദം ആ കുന്നുകളിൽ പ്രതിധ്വനിച്ച് കവി കേട്ടുകൊണ്ടേയിരുന്നു. ആൻഡ് ദ വൈൽഡ് ഹോൺ എന്ന വാക്കിൻ്റെ ഒരു പക്ഷിയാണ് സൂചിപ്പിക്കുന്നത്. ഹോൺ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ മൂങ്ങയാണ്. കാട്ടിലെ ഒരു വൈൽഡ് ഹോൺ, മൂങ്ങയുണ്ടാക്കുന്ന ശബ്ദം. ഹൂസ് വോയിസ് ദ വുഡ്ലാൻഡ് ഫീൽസ്, അതിൻ്റെ ശബ്ദം ഇങ്ങനെ ആ വനപ്രദേശമാകെ മുഴങ്ങുകയാണ്. വാസ് റിംഗിങ് ടു ദ മെറി ഷൗട്ട് ദാറ്റ് ഫെയിൻറ്റ് ആൻഡ് ഫാർ ദ ഗ്ലെൻ സെൻഡ് ഔട്ട്. താഴ്വരയിലുള്ള ഗ്രാമീണർ ഉണ്ടാക്കുന്ന സന്തോഷകരമായ ശബ്ദങ്ങൾ. മെറി ഷൗട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് താഴ്വാരത്തുണ്ടാകുന്ന ജനങ്ങൾ, സാധാരണ പാവപ്പെട്ട ഗ്രാമീണർ ഉണ്ടാക്കുന്ന ശബ്ദങ്ങൾ. അത് താഴ്വാരം, ഗ്ലെൻ എന്ന വാക്കിൻ്റെ അർത്ഥം വാലി എന്നാണ്. അങ്ങനെ താഴ്വാരത്തുനിന്ന് ഉയർന്നു കേൾക്കുന്ന ആ മങ്ങിയ ശബ്ദങ്ങൾ, അകലെ നിന്ന് കേൾക്കുന്ന, ഫാർ മീൻസ് ഡിസ്റ്റന്റ് എവേ, ദൂരെ നിന്ന് കേൾക്കുന്ന ആ മങ്ങിയ ശബ്ദങ്ങൾ ഇവിടെ മൂങ്ങയുടെ ശബ്ദത്തിന് ഒരു മറുപടി എന്നോണം ഉയർന്നു കേൾക്കുന്നു. വെയർ ആൻസറിങ് ടു ദ സഡൻ ഷോട്ട് തിൻ സ്മോക്ക്. അങ്ങനെ ആ ശബ്ദത്തിന് ഒരു പെട്ടെന്നുള്ള ഉത്തരമെന്ന രീതിയിൽ മൂങ്ങയുടെ ഒച്ചയും ഉയർന്നു കേൾക്കുന്നുണ്ട്. ഗ്രാമീണർ ഉണ്ടാക്കുന്ന ശബ്ദത്തിന് മറുപടി എന്നോണം. തിൻ സ്മോക്ക് ത്രൂ തിക്ക് ലീവ്ഡ് ബ്രാഞ്ചസ് ഫ്രം ദ ഡിങ്കിൾ ബ്രോക്ക്. ഡിങ്കിൾ എന്നാൽ വാക്കിൻ്റെ അർത്ഥം
നാരോ വാലി, ഇടുങ്ങിയ താഴ്വര എന്നാണ്. താഴ്വരയിൽ നിന്നുകൊണ്ട് താഴെ നിന്ന് മുകളിലേക്ക് തിൻ സ്മോക്ക്, നേർത്ത പുകച്ചുരുളുകൾ, ആ ഗ്രാമീണർ തീ കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന പുകച്ചുരുളുകൾ ആകാശത്തേക്ക് ഉയർന്നു വരികയുമുണ്ട്. ഏതുവഴിയാണ് വരുന്നത്? ത്രൂ തിക്ക് ലീവ്ഡ് ബ്രാഞ്ചസ്, വൃക്ഷത്തിന്റെ ഇടതൂർന്ന ഇലകൾക്കിടയിലൂടെ മുകളിലേക്ക് ഉയർന്നു വരികയും ചെയ്യുന്നു. നമുക്കിനി ഏറ്റവും അവസാനത്തെ സ്റ്റാൻസയിലേക്ക് വരാം. അപ്പോൾ രണ്ടാമത്തെ സ്റ്റാൻസയിൽ നമ്മൾ കേൾക്കുന്നത് എന്താണ്? ഓഡിറ്ററി ഇമേജസ് ആണ് കേൾക്കുന്നത്. അദ്ദേഹം കേൾക്കുന്ന ശബ്ദങ്ങളാണ് പ്രധാനമായിട്ടും നമുക്ക് രണ്ടാമത്തെ സ്റ്റാൻസയിൽ നിറയെ കേൾക്കാൻ കഴിയുന്നത്. ഇനി മൂന്നാമത്തെ സ്റ്റാൻസ, ഇറ്റ് ഈസ് സംവാട്ട് ഡിഡാക്റ്റിക് ഇൻ നേച്ചർ. നമ്മളെ എന്തോ പഠിപ്പിക്കാനായിട്ട് കവി അദ്ദേഹത്തിൻ്റെ അവസാനത്തെ വരികൾ ഉപയോഗപ്പെടുത്തുകയാണ്. അവസാനത്തെ വരികൾ എന്നുദ്ദേശിക്കുന്നത് അദ്ദേഹം കവിതയിൽ അവസാനിപ്പിക്കുന്ന വരികൾ, ആ ലാസ്റ്റ് സ്റ്റാൻസ എന്നതാണ്. ഇഫ് ദൗ ആർട്ട് വോൺ ആൻഡ് ഹാർട്ട് ബിസെറ്റ് വിത്ത് സോറോസ് ദാറ്റ് ദൗ വുഡസ്റ്റ് ഫൊർഗെറ്റ്, ഇഫ് ദൗ വുഡസ്റ്റ് റീഡ് എ ലെസൺ ദാറ്റ് വിൽ കീപ് ദൈ ഹാർട്ട് ഫ്രം ഫെയിൻറ്റിങ് ആൻഡ് ദൈ സോൾ ഫ്രം സ്ലീപ്പ്. ഇഫ്, അതിനകത്ത് നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാകുന്ന പല വാക്കുകളും നമുക്ക് പരിചയമില്ലാത്ത വാക്കുകളാണ്. ഓൾഡ് ഇംഗ്ലീഷ് പ്രയോഗങ്ങളാണ് അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്, പഴയകാല ഇംഗ്ലീഷിൻ്റെ പ്രയോഗങ്ങൾ. ദൗ എന്ന വാക്കിൻ്റെ അർത്ഥം യു എന്നാണ്. ആർട്ട് എന്നാൽ ARE എന്ന ഹെൽപ്പിംഗ് വെർബാണ്. വോൺ എന്ന വാക്കിൻ്റെ അർത്ഥം ടയേർഡ് എന്നാണ്. ഇഫ് യു ആർ ടയേർഡ് ആൻഡ് ഹാർഡ് ബിസെറ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം ഫേസ്ഡ് വിത്ത് ഓർ അഭിമുഖീകരിച്ച എന്നാണ്. നിങ്ങൾ വളരെ ക്ഷീണിതനാണെങ്കിൽ, നിങ്ങൾ കഠിനമായ ജീവിത സാഹചര്യങ്ങൾ അഭിമുഖീകരിച്ച ആളാണെങ്കിൽ, വിത്ത് സോറോസ്, ദുഃഖത്തോടുകൂടി ജീവിച്ച ഒരു മനുഷ്യനാണെങ്കിൽ, ദാറ്റ് ദൗ വുഡസ്റ്റ് ഫൊർഗെറ്റ്, ദാറ്റ് ദൗ എന്ന വാക്കിൻ്റെ അർത്ഥം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ യു എന്നാണ്. യോ വുഡസ്റ്റ് എന്ന് പറഞ്ഞാൽ യു വുഡ് ഫൊർഗെറ്റ്, നിങ്ങൾ നിങ്ങളുടെ ആ വിഷമങ്ങളും കഷ്ടപ്പാടുകളും കാഠിന്യവും ജീവിതത്തിലെ ദുഃഖങ്ങളും മറന്നു പോകും. എപ്പോ? ഇഫ് ദൗ വുഡസ്റ്റ് റീഡ് എ ലെസൺ, നിങ്ങൾ ഈ പ്രകൃതി എന്ന പാഠപുസ്തകത്തിൽ നിന്ന് ഒരു പുതിയ പാഠം വായിച്ചെടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ, ദാറ്റ് വിൽ കീപ്, ആ പ്രകൃതി നിങ്ങളെ പഠിപ്പിക്കുന്ന ആ പാഠം നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിച്ചാൽ, ദൈ ഹാർട്ട്, THY, ദൈ മീൻസ് യുവർ, ഹാർട്ട് ഫ്രം ഫെയിൻറ്റിങ് ആൻഡ് ദൈ സോൾസ് ഫ്രം സ്ലീപ്പ്, അത് നിങ്ങളുടെ ഹൃദയത്തെ തകർന്നു പോകുന്നതിൽ നിന്ന് തടയും. ഫെയിൻറ്റിങ്, അത് നിങ്ങളുടെ ഹൃദയത്തെ എന്നേക്കും ഉന്മേഷവാന്മാരാക്കി നിർത്തും. ആൻഡ് ദൈ സോൾ, യുവർ സോൾ ഫ്രം സ്ലീപ്പ്, നിങ്ങളുടെ ആത്മാവ് ഉറങ്ങിപ്പോകാതെ തടയുന്നതിന് പ്രകൃതിയിൽ നിന്ന് നിങ്ങൾ പഠിച്ച ആ പാഠം ഉപകരിക്കും. ഗോ ടു ദ വുഡ്സ് ആൻഡ് ഹിൽസ്, കവി നമ്മളോട് ആഹ്വാനം ചെയ്യുന്നത് ഇങ്ങനെയാണ്: ഗോ ടു ദ വുഡ്സ് ആൻഡ് ഹിൽസ്, വനപ്രദേശങ്ങളിലേക്കും കുന്നുകളിലേക്കും നിങ്ങൾ പോകുക. നോ ടിയേഴ്സ് ഡിം ദ സ്വീറ്റ് ലുക്ക് ദാറ്റ് നേച്ചർ വിയേഴ്സ്, പ്രകൃതി അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന, പ്രകൃതി ധരിച്ചിരിക്കുന്ന വളരെ മനോഹരമായ കാഴ്ചകൾ നിങ്ങളുടെ കണ്ണുനീരിനാൽ മറയ്ക്കപ്പെടാതിരിക്കട്ടെ. നിങ്ങളുടെ കണ്ണുനീര് പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിക്കുന്നതിന് ഒരു തടസ്സമല്ലാതായി തീരട്ടെ. നോ ടിയേഴ്സ്, കണ്ണുനീർ തുള്ളികൾക്ക് ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല. എങ്ങനെ? ഡിം ദ സ്വീറ്റ് ലുക്ക് ദാറ്റ് നേച്ചർ വിയേഴ്സ്, പ്രകൃതി ധരിച്ചിരിക്കുന്ന മനോഹരമായ കാഴ്ചകളെ മങ്ങിപ്പോകുന്നതിന് നിങ്ങളുടെ കണ്ണുനീരിനെ ഒരിക്കലും അനുവദിക്കരുത് എന്നാണ് കവി പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. അവസാനത്തിലൂടെ വലിയൊരു സന്ദേശം തരുവാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. It is a didactic in nature, whereas the first two stanzas are descriptive. So it is shorter in length. ലാസ്റ്റ് സ്റ്റാൻസയുടെ രീതി അങ്ങനെയാണ്. ദിസ് പോയം ഈസ് റിച്ച് വിത്ത് ഫിഗറേറ്റീവ് ലാംഗ്വേജസ് ആൻഡ് മേക്സ് ദ പോയം വിവിഡ് ആൻഡ് മ്യൂസിക്കൽ. അങ്ങനെ നമുക്ക് ഈ പോയം വളരെ മനോഹരമായി വാർത്തെടുക്കാനും വായിച്ചെടുക്കാനും നമുക്ക് കഴിയും, നമ്മൾ കുറച്ച് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ. പ്രകൃതിയിലേക്ക് മടങ്ങുവാനും പ്രകൃതിയിൽ നമ്മുടെ എല്ലാ ദുഃഖങ്ങൾക്കുമുള്ള പരിഹാരം കാണുവാൻ കഴിയും എന്നുമാണ്, പ്രകൃതിയിൽ നിന്ന് കഴിയുമെന്ന സന്ദേശമാണ് കവി നമുക്ക് തരുന്നത്. പ്രകൃതിയിലേക്ക് മടങ്ങുക, റിട്ടേൺ ടു നേച്ചർ. ദ പോയം ലീവ്സ് ആൻ എവർലാസ്റ്റിംഗ് ഇംപ്രഷൻ ഓൺ ദ റീഡർ and the poet gives the message that the nature prevents our heart from fainting and our soul from sleep. അതാണ് ഇതൊരു റൊമാൻറ്റിക് പോയമായിട്ട് നമുക്ക് പരിഗണിക്കാം. അപ്പോൾ ഇതിനകത്തെ റൈം സ്കീം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും.
അത് കൃത്യമായി മനസ്സിലാക്കി വെച്ചാൽ പരീക്ഷയ്ക്ക് അത് ഉപകാരപ്പെടും.